എങ്ങനെ ഇത് തോന്നി? പിന്നെ അറിഞ്ഞൂടെ, അള്ളാഹുവേ അവൻ്റെ ഇന്നും അന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു. മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും. പിന്നെ ഇതിനേക്കാൾ തള്ളയേക്കാൾ ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നിൽക്കണതും മരിച്ച സഹോദരനായിരുന്നു. ഇത് കൊച്ചു എടുത്തിട്ട് ഇപ്പം 4 വർഷം വരെ ആവും അവർക്കായിട്ട് വെച്ചത്. അവരാരെ മക്കളെ കൂടെ നിൽക്കില്ല. ഈ പള്ളി നടയിൽ നിന്ന് അവർ പോവുകയില്ല. നമ്മളെ വാപ്പ പള്ളിയിൽ ജോലിയുള്ള ആളായിരുന്നു. പള്ളിയുടെ നടയിൽ ഇപ്പം മദ്രസയിൽ കൊച്ചുങ്ങളുണ്ട്, ഉസ്താദന്മാരുണ്ട്, വലിയ കമ്പനിക്കാരൊക്കെ പോലെ അവർ കഴിഞ്ഞു. പകരമൊക്കെ അവരങ്ങനെ കാണും, കൊച്ചുങ്ങളിറങ്ങി വരും, കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം കളയും. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് വരൂല. ഇപ്പം വയ്യ, യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. മുമ്പുള്ള കാലങ്ങളിലൊക്കെ വരുമായിരുന്നു, എല്ലാ ആവശ്യത്തിനും വരുമായിരുന്നു. ഇപ്പം യാത്രയ്ക്ക് വണ്ടിയിലൊന്നും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരൂല. പയ്യനുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഏത് പയ്യൻ? അഫാനുമായിട്ട് അവരെ ഏറ്റവും ഇളയ മോനാണ്. അവനുമായിട്ട് എല്ലാ ചെറുമക്കളെക്കാളും കാര്യമാണ്. അവർക്ക് കിട്ടണ പൈസ ബാക്കിയുള്ളവർ മരുന്ന് മേടിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും ഇവൻ വരുമെങ്കിൽ അവർ കൊടുക്കും. അവൻ്റെ കൂടെയാണ് ഈ ചെറുമക്കളിൽ കൂടുതൽ 26 ചെറുമക്കളുണ്ടെങ്കിൽ യവൻ്റെ കൂടെയാണ് കൂടുതൽ പൈസ ആയിട്ടും ആഹാരത്തിനായാലും ഇവർ കൊടുത്തോണ്ടിരുന്നു. അങ്ങനെയാണ് ഇവൻ്റെ വാപ്പാരെ പറ്റും പറഞ്ഞു. ഇനി കടബാധ്യത ഉണ്ടെന്നും പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞ് അവരോരോ കൊണ്ടുവെക്കണ സഹായം പൈസയായിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച് ഉമ്മാരെടുക്ക വന്നു. 2 മോതിരം അവരെ കയ്യിൽ കിടന്നു. അതവർ കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വരുമ്പോൾ പറയണത് പൈസ ഉണ്ടായിരുന്നു. അതും ഇവനും എൻ്റെ ഉമ്മായുമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോയി. പിന്നീട് അവർ പല ദിവസവും ഇവൻ്റെ കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് 2 മാല, 2 പേരായിട്ട്. ഒരു മാല അവർ കഴുത്തി ഇട്ടേക്കും, ഒരു മാല ഇവിടെ വെച്ചേക്കും. അപ്പോൾ ഈ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന്. പിന്നെ മോളെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തോൻ തന്നെ പറഞ്ഞു. അതിൽ ഇരട്ടയാണ്, ഒരാണും ഒരു പെണ്ണും. ആണാൾ കൊടുത്ത് പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് ഒന്ന് അവർ കഴുത്തിയിട്ടുണ്ട്. ഈ മാല പല ദിവസവും ഇവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞതാണ് പെണ്ണെ അപ്പം ഇന്നും അന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു. മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും. ഈ മാല കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ഇത്തരൊരു സംഭവം. അതിനെപ്പറ്റി എനിക്ക് നമ്മളെ മനസ്സ് അങ്ങനെയാണ് പറയണത്. ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും. പിന്നെ ഇതിനേക്കാൾ തള്ളയേക്കാൾ ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നിൽക്കണതും മരിച്ച സഹോദരനായിരുന്നു. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണത് അവനാണ്. ലത്തീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവനെയും കൂടെ കൊലപ്പെടുത്തിയത്. ഇഷ്ടമായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയണത്. അല്ല അതിനെപ്പറ്റി നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലോ. അല്ലാതെ ഈ പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണു കൊണ്ട് ബന്ധമുണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പം ഈ കൊല നടത്തിയതിന് ശേഷമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. നമുക്കറിഞ്ഞുകൂടാ. ഇനി എന്തേലും പറയാം. ഇന്ന് ഒരു 2 ദിവസം ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഇനി കൂടുതലും ഒന്നും പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ അറിവിലുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. മാമി എന്ന് വിളിച്ചാൽ അവൻ അത്രയും വിളിക്കൂല. നമ്മളെ കാണുമ്പോഴൊക്കെ ഇവിടെ വരുമ്പം കാണുന്നത് എന്നല്ല വല്ല ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വരും. 2 മാസത്തേക്ക് മുമ്പ് 4ാമത്തെ സഹോദരൻ്റെ അവിടെ അവനൊരു മോളുണ്ടായിരുന്നു. കല്യാണത്തിന് വന്ന് ചേട്ടനുമായിട്ട് വന്ന് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് പോയതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഉമ്മയെ കാണാൻ മുറയ്ക്കും വരുമായിരുന്നു. ഇങ്ങോട്ട് വരണത് ഈ മാലയ്ക്ക് വേണ്ടിയാണെന്ന് ഉമ്മ പറയും നമ്മൾ വരുമ്പോൾ. ചെറിയ പയ്യൻ വരാറുണ്ടോ? മിക്ക ദിവസവും യവനുമായിട്ട് തന്നെ വരണത്. പക്ഷെ ആ കൊച്ചൊന്നും പറയൂല. അങ്ങനെ സംസാരിക്കണ കൊച്ചല്ല. പക്ഷെ ഉമ്മാരോടെ അവൻ കാര്യം പറയൂ. ഉമ്മാരോടെ ഈ 2 മക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. എന്നാൽ എല്ലാ മക്കളുടെയും കൂടെ ഉണ്ടെങ്കിൽ ഈ 2 മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. ബാക്കി ഈ ഇളയ കൊച്ച് എല്ലാവരുടെയും എന്തെങ്കിലും നമ്മൾ ചോദിക്കണമെങ്കിൽ അതിന് വാ തുറന്നാൽ വിളി കേൾക്കാത്ത സംസാരമാണ് പറയും ഈ മരിച്ച കൊച്ച്. യവനെ കണക്ക് മൂത്തോനെ കണക്ക് വാ തുറന്ന് അവൻ സംസാരിക്കില്ല. അത്ര പാവം കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവനെയും കൊന്നു.
ഇത്ര നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അഫാനെ പറ്റി, അവരുടെ കുടുംബത്തിനെ പറ്റി, എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവർക്ക് എങ്ങനെയാണ് സന്തോഷത്തോടാണോ ജീവിച്ചത് എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫാൻ തന്നെ കൊന്ന സ്വന്തം മുത്തശ്ശിയുടെ ഇളയ മോളാണ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചിരുന്നത്. ആ മുത്തശ്ശിക്ക് നല്ല രീതിയിൽ ഇവരെ മക്കളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൊച്ചുമക്കളെ, കുറേ കൊച്ചുമക്കളുണ്ടെങ്കിലും ഇവരുടെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും വേറൊരു കാര്യം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ദൂർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ബന്ധുക്കളിൽ കുറേ പേര് എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ദൂർത്ത് ചെയ്യരുതെന്നൊക്കെ പറയുമായിരുന്നു. അത് പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഈ ഒരു അഫാൻ തന്നെ കൊന്ന അവരുടെ മാമനെ തന്നെയാണ്. ആ ഒരു മാമനാണ് എപ്പോഴും വന്ന് പറയും ഇങ്ങനെ ദൂർത്തടിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. സോ അത് ഇഷ്ടപ്പെടാതാണ് മാമനെയൊക്കെ കൊന്നതെന്നാണ് ഈ ഒരു ഉമ്മ പറയുന്നത്. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറേയധികം കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കടം തീർക്കാൻ വേണ്ടി വേറൊരു ലോണോ അങ്ങനെയൊക്കെ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മറ്റേ ഉണ്ടായിരുന്ന കടം അടയ്ക്കുകയോ, പിന്നെ ഇത് അടയ്ക്കാൻ വേണ്ടി അടുത്ത കടം അടയ്ക്കുകയോ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഇങ്ങനെ അങ്ങനെ ഒരു വലിയ കടം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിദേശത്തുള്ള അച്ഛനും കുറേയധികം ബിസിനസ്സിൻ്റെ കുറേയധികം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രമാത്രം ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പുതിയതായിട്ട് ആ ഒരു അഫാൻ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കടങ്ങൾ തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്നാണ്. അതുപോലെ തന്നെ ഈ കടങ്ങളൊക്കെ ഭയങ്കര എക്സ്റ്റെൻഡ് ആയപ്പോഴത്തേനാണ് ഈ ഒരു അഫാൻ തന്നെ ഇവർ കുടുംബത്തോട് ഉമ്മയടുത്തൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ ഉമ്മയൊക്കെ അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല മോനെ, അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഇതേ കണക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഉമ്മാനെ അതുപോലെ തന്നെ സഹോദരനെ എല്ലാവരെയും കാമുകിയും എല്ലാവരെയും കൊല്ലുന്നു. കാമുകിയുടെ കയ്യിൽ നിന്നും കടത്തിന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു കാരണം കൊണ്ടാണ് എല്ലാവരെയും കൊലപ്പെടുത്താമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇവൻ എത്തുന്നത്. സോ അതുപോലെ തന്നെ ഇതൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവൻ ഭയങ്കരമായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നു. എന്നിരുന്നാൽ പോലും ഇതൊക്കെ മെയിനായിട്ട് എന്താണ്, ലഹരി കേസാണോ അല്ലെങ്കിൽ ലഹരിയുടെ ആ ഒരു കാര്യം സ്വാധീനം കൊണ്ടാണോ ഇതൊക്കെ ചെയ്തതെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം പോകെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഇന്നത്തെ തലമുറ എന്തുമാത്രം ക്രൂരതകളിലേക്കാണ് ചെന്ന് ചാടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ മെയിനായിട്ട് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ലഹരിയും കാര്യങ്ങളൊക്കെയാണെന്നാണ് മെയിനായിട്ട് ഇപ്പം കണ്ടുവരുന്നത്. സോ മാക്സിമം ഇതൊക്കെ ചെയ്യുന്നവർ ലഹരിയൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വഭാവം എങ്ങനെ മാറുമെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവനെ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇവൻ നല്ലൊരു പയ്യനായിരുന്നെന്നാണ്. സോ ഇവനിപ്പോൾ ഇതേ കണക്ക് പെരുമാറണം, ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെങ്കിൽ എന്തായാലും ലഹരിയൊക്കെ ഉള്ളിച്ചല്ലാതെ ഇങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റത്തില്ല. അപ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ലഹരിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നിർത്തുക. ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ, നിങ്ങളുടെ ജീവിതം തന്നെ തുലയ്ക്കാൻ അത് കാരണമാവും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറേയധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണ് കണ്ടത്. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ.